അഭിവന്യ പിതാവിൻ്റെയും പ്രിയപ്പെട്ട അച്ഛന്മാരുടെയും ജ്യേഷ്ഠ സഹോദരങ്ങളുടെയും ഒക്കെ ആശീർവാദം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു ദിനത്തെ ഒരു റീഡെഡിക്കേഷൻ ദിനമായിട്ട് ഒന്ന് കരുതി ചില വിചിന്തനങ്ങളാവാമെന്നാണ് കരുതിയത്. ഈ മനുഷ്യൻ നമുക്ക് ആരാണ്? With this nomadic carpenter for us. 12,000 വർഷമായിട്ട് മനുഷ്യരുടെ ബോധത്തിൽ സജീവമായിട്ട് നിൽക്കുന്ന ഇയാൾ എനിക്ക് വ്യക്തിപരമായിട്ട് ആരാണ്? കെസറിയ ഫിലിപ്പി വെച്ചാണ് അവിടുന്ന് ഈ ചോദ്യം ചോദിക്കുന്നത്. എൻ്റെ ഫസ്റ്റ് പോർഷൻ ഇങ്ങനെയാണ്: മറ്റുള്ളവർ എന്നെക്കുറിച്ച് എന്താണ് പറയുന്നത്? ഏതാണ്ട് ആദിമസഭയ്ക്ക് 400ഓളം അപദാനങ്ങൾ യേശുവിനെക്കുറിച്ചുണ്ടായിരുന്നു. സങ്കീർത്തനങ്ങൾ കണക്ക് അതിൻ്റെ കീർത്തനങ്ങളുണ്ടായിരുന്നു. ഇങ്ങനെ അനവധിയായ ഇത്തരം അറിവുകളിൽ നിന്ന്, അപദാനങ്ങളിൽ നിന്ന് പെട്ടെന്ന് ഈ ചോദ്യം നമ്മളിലേക്ക് പാളുകയാണ്: ഞാൻ ആരാണെന്നാണ് നീ പറയുന്നത്? ലൈഫിൽ ഏതെങ്കിലും ഒരു നിമിഷത്തിൽ നമുക്കിതിനൊരു വ്യക്തിപരമായ ഉത്തരം കൊടുത്തേ പറ്റൂ. ലഭിച്ച അറിവുകളോ സൺഡേ സ്കൂൾ അപ്ബ്രിങ്ങിങ്ങോ പറയുന്ന പാരമ്പര്യ ചില ധാരണകളോ ഒന്നുമല്ല. അയാൾ എനിക്കാരാണ്? യേശു പറഞ്ഞിട്ടുള്ളൊരു ഉപമയുണ്ട്, ഇങ്ങനെ വയലിലെ നിധി. അയാളുടെ നിധി കണ്ടെത്തുന്ന അയാളുടെ വയലിൽ നിന്ന് തന്നെയാണ്. വയലെന്ന് പറയുന്നത് ഇങ്ങനെ ഫ്ലാറ്റ് എക്സ്പീരിയൻസാണ്. കാര്യമായിട്ടിങ്ങനെ ഉയർച്ച താഴ്ചകളില്ലാത്ത ഒരു തുണ്ട് ഭൂമിയുടെ പേരാണ് വയൽ. ചിരപരിചയം കൊണ്ടും ആവർത്തനം കൊണ്ടുമൊക്കെ പലതും നമുക്ക് വയലാണ്. ഒരു ദിവസം നമ്മൾ ഈ വയൽ കുഴിക്കാൻ തുടങ്ങുമ്പോൾ 2 തുമ്പാപ്പാട് താഴോട്ട് കുഴിക്കുമ്പോൾ അതിനകത്ത് നിധിയുണ്ട്. പലതും വയലാണ്. നിങ്ങൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ജോലി, നിങ്ങളുടെ ദാമ്പത്യം, പാരൻറ്റിങ്, എക്സൈറ്റിംഗ് ആയിട്ടൊന്നുമില്ല. അതിന് മീതെ ഇങ്ങനെ വേണമെങ്കിൽ പോകാം. 2 തരം ജീവിതമുണ്ട്. ഒന്നെങ്കിൽ ഹൊറിസോണ്ടൽ ലൈഫുണ്ട്, അല്ലെങ്കിൽ വെർട്ടിക്കൽ ലൈഫുണ്ട്. ഇത് വെർട്ടിക്കലായിട്ട് കണ്ടു തുടങ്ങുമ്പോഴേക്കും ഇതിനകത്ത് നിന്ന് തന്നെ ജീവിക്കാനുള്ള പ്രേരണ ഉണ്ടാകുന്നു. ഇവിടെ ഇരിക്കുന്ന കൂടുതൽ പേർക്കും യേശു എന്നുള്ളത് വളരെ ചെറുപ്പം തൊട്ടേ കേൾക്കുന്ന നാമമാണ്. അതുകൊണ്ട് അത്രയും ചിലപ്പോൾ എക്സൈറ്റഡ് ആവണമെന്നില്ല. പക്ഷെ ഒത്തിരി അലഞ്ഞും തുഴഞ്ഞുമൊക്കെ അവനിലേക്ക് എത്തിയവർക്ക് അതിനേക്കാൾ വലിയ പേരില്ല യേശു. അതുകൊണ്ട് നമുക്ക് പരിചയമുള്ള ഈ വയലിലോട്ട് ഒരു 2 തുമ്പാപ്പാട് ഒന്ന് കുഴിച്ചു പോകാനായിട്ട് ഇത്തരം ദിനങ്ങൾ നമ്മളെ ഓർമ്മിപ്പിച്ചിരുന്നെങ്കിൽ നന്നായനെ. ആരാണ് എനിക്കയാൾ? നമുക്ക് വേണ്ടി ഒരാളിങ്ങനെ സാക്ഷ്യം പറയുന്നു: നീയോ? നീ എൻ്റെ മിശിഹയാവുന്നു. ഞാൻ തീരെ ഉപയോഗിക്കാത്ത ഒരു പദമായിരുന്നു മിശിഹ. എന്നുവെച്ചാൽ 19 വയസ്സ് വരെ ഞാനത് ഉപയോഗിച്ചിട്ടേ ഇല്ല. കാരണം എൻ്റെ ഒരു സെക്കുലറായ ഇടപെടലിലും അല്ലെങ്കിൽ പരിചയങ്ങളിലുമൊക്കെ ആ വാക്കിനകത്ത് കുറച്ചൊരു അഗ്രസീവ്നെസ് ഉണ്ടെന്നായിട്ട് എനിക്ക് തോന്നി. അത്തരം ചില പദങ്ങൾ എൻ്റെ ഒരു സ്വകാര്യ ലോകത്തേക്ക് മാത്രം ചുരുക്കി വെക്കാനായിട്ട് ഞാൻ ആഗ്രഹിച്ചു. എന്താണ് ഈ ഒരു 50 വയസ്സിൽ സംഭവിച്ച മാറ്റം? എനിക്കൊരു ഡിപ്രഷൻ്റെ ഫാമിലി ഹിസ്റ്ററി ഉണ്ട്. എൻ്റെ ചെറിയ പ്രായത്തിൽ ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അപ്പൻ അധ്യാപകനാണ്. 1 വർഷം ജോലിക്ക് പോയിട്ടില്ല. ഇങ്ങനെ ഇരുന്ന് പോയ ഒരാളായിട്ട് അപ്പനെ കണ്ടതുകൊണ്ടും അതിൻ്റെ ഒരു എന്തെങ്കിലുമൊക്കെ ഒരു തുടർച്ച നമുക്ക് ഉണ്ടാവുമെന്ന് ഭയന്നുകൊണ്ടും എനിക്കിത്തിരി മുതിർന്ന കാലം തൊട്ട് പഠിക്കാൻ ശ്രമിച്ചൊരു വിഷയം ഈ വിഷാദമാണ്, ഡിപ്രഷനാണ്. അത്തരം പദങ്ങളൊന്നും നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നില്ലായിരുന്നു. പാപ്പയ്ക്ക് തന്നെ ഈ പ്രശ്നം വരുമ്പോൾ നാട്ടുകാർ പറഞ്ഞുകൊണ്ടിരുന്ന വാക്ക് അവിടെ ദണ്ണമുള്ളൊരു മാസ്റ്റർ ഉണ്ടെന്നാണ് പറയുന്നത്. ഈ പദങ്ങൾ പരിചയമില്ലായിരുന്നു. എൻ്റെ ചെറിയ പ്രായത്തിൽ 10-17 വയസ്സ് തൊട്ട് ഇങ്ങനെ ഇംഗ്ലീഷ് പുസ്തകങ്ങളൊക്കെ തപ്പിയെടുത്ത് വായിക്കാൻ തുടങ്ങിയ കാലം തൊട്ട് ഞാൻ മനസ്സിലാക്കാൻ ശ്രമിച്ചൊരു വാക്കായിരുന്നു വാട്ട് ഈസ് ഡിപ്രഷൻ.
അങ്ങനെ അത്യാവശ്യം ഒരു ലേമൻ എന്ന നിലയിൽ എനിക്ക് ഡിപ്രഷനെ കുറിച്ചൊരു ധാരണയുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ 50-ാം വയസ്സിൽ നമ്മൾ ഇതിൻ്റെ കരുവായിട്ട് മാറുന്നത്. നമ്മളിങ്ങനെ പെട്ടെന്നൊരു ദിവസം ഇങ്ങനെ ഒരു മുറിക്കകത്ത് ഇങ്ങനെ കൂനി പിടിച്ചിരിക്കുകയാണ്. ട്രിഗർ ഫാക്ടേഴ്സ് ഉണ്ട്, പക്ഷെ എന്നാലും അത് നമ്മൾ ഭയന്നൊരു സാധ്യത തന്നെയായിരുന്നു. ഒരു 3 വർഷത്തോളം ഇങ്ങനെ കാര്യമായിട്ട് മുറിക്ക് പുറത്ത് പോയിട്ടില്ല. എൻ്റെ മുറിക്കകത്തെ ബൾബ് ഫീസായിട്ട് പോലും ഞാൻ അറിഞ്ഞിട്ടില്ല. കുറച്ച് എഴുത്തും വായനയൊക്കെ ഉള്ള ഒരാളാണെന്ന് നിങ്ങൾക്ക് എന്നെക്കുറിച്ച് ധാരണയുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷെ എനിക്കിപ്പോൾ എഴുതേണ്ട കാര്യമില്ല, വായിക്കേണ്ട കാര്യമില്ല, പറഞ്ഞ കാര്യങ്ങൾ കേൾക്കേണ്ട കാര്യമില്ല, ഒന്നും നമ്മളെ സഹായിക്കുന്നില്ല. അപ്പോഴാണ് വലിയ മുഴക്കത്തോടുകൂടി ആ വാക്ക് ഉള്ളിലോട്ട് വരുന്നത്, മിശിഹ, യുനിയുടെ മെസ്സയ. ഇത്രയും കാലം ഞാൻ യേശുവിനെ പരിചയപ്പെടുത്താനായിട്ട് ശ്രമിച്ചത് ഇങ്ങനെ ആചാര്യ നിലയിലായിരുന്നു. ആ വാക്കിലാണ് ഇങ്ങനെ വേദപുസ്തകം ആദ്യം അവൻ അഡ്രസ്സ് ചെയ്യുന്നത്, റാബി. ഇപ്പം എനിക്ക് ആവശ്യം ഒരാചാര്യനല്ല. ആചാര്യന്മാർക്ക് വേണ്ടി നിങ്ങൾ വാതിൽ തുറന്നു കൊടുക്കണം, പക്ഷെ വാതിലടച്ചിരിക്കുമ്പോൾ അകത്തേക്ക് പ്രവേശിക്കാൻ പറ്റുന്ന ഒരാളുടെ പേര് മിശിഹ എന്ന, യുനിയുടെ മെസ്സയ. ഉയർപ്പിന് ശേഷം നിങ്ങളത് എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടാവും, അവർ വാതിലടച്ചിരിക്കുമ്പോൾ ആരും അകത്തേക്ക് വന്നു. അറിവെന്ന് പറയുന്നത് നിങ്ങൾ തുറന്നു കൊടുക്കുന്ന വാതിലാണ്, പക്ഷേ ഈ അറിവ് നിങ്ങളെ സഹായിക്കാതെ പോകുമ്പോൾ, അകത്ത് നിന്ന് നിങ്ങൾ തഴുതിട്ട് ജീവിക്കുമ്പോൾ ആരെങ്കിലും ഒരാൾ ഉള്ളിലേക്ക് പ്രവേശിക്കണം. അങ്ങനെയാണ് കുറേ അധികം കാലം ഞാൻ ബൈപ്പാസ് ചെയ്തൊരു പദം വലിയ മുഴക്കത്തോട് ഉള്ളിലേക്ക് വരുന്നത്, യുനിയുടെ മെസ്സയ. 50-ാം വയസ്സിലെത്തിയപ്പോൾ എനിക്ക് പിടുത്തം കിട്ടിയ ആകപ്പാടൊരു സത്യം ഇതാണ്, നമ്മുടെ അറിവുകൾ നമ്മളെ രക്ഷിക്കുന്നില്ല. ഒരറിവും നമ്മളെ രക്ഷിക്കുന്നില്ല. ലോകത്തെ ഏറ്റവും കൂടുതൽ ഫൊർഗീവ്നെസ്സിനെ കുറിച്ച് പറയുന്ന കമ്മ്യൂണിറ്റിയാണ് നമ്മുടേത്. ചെറിയ പ്രായം തൊട്ട് നമ്മൾ കേൾക്കുന്നുണ്ട് ഇങ്ങനെ 7-70 പ്രാവശ്യം പൊറുക്കുക എന്ന് വെച്ചാൽ മേക്ക് ഫൊർഗീവ്നെസ് യുവർ ഹാബിറ്റ്, കൾച്ചർ. എന്നിട്ട് ചിലപ്പോൾ കുഞ്ഞുങ്ങളുടെ ഒരു കുസൃതി പോലും പൊറുക്കാൻ പറ്റാതെയൊക്കെ നിൽക്കുമ്പോൾ ഓർത്തോളണം, ഒരറിവുകളും നമ്മളെ രക്ഷിക്കുന്നില്ല. അപ്പം അറിവുകൾ നമ്മളെ രക്ഷിക്കാത്തത് കൊണ്ട് എനിക്കൊരു രക്ഷകനെ വേണം, യുനിയുടെ സേവ്യർ. എൻ്റെ ലൈഫിൻ്റെ ആന്തരിക ജീവിതത്തിൻ്റെ 2ാം ഘട്ടം ആരംഭിക്കുന്നത് ആ പദത്തിൽ നിന്നാണ്, മിശിഹ. കുഴൽക്കിണറിൽ വീഴുന്ന കണക്കാണ്. നിങ്ങളുടെ അറിവ് കൊണ്ടോ ഈ പോൾ വാട്ട് ചാടിയോ നിങ്ങൾക്ക് അതിനകത്ത് പുറത്തടക്കാൻ പറ്റത്തില്ല. യുനിയുടെ റോപ്പ്. ഞാൻ വിചാരിക്കുന്നു നമ്മളെത്തിയിരിക്കുന്ന എല്ലാ പ്രതിസന്ധികൾക്കകത്തും നമുക്ക് പുറത്തു നിന്നൊരു ഇടപെടൽ ആവശ്യമുണ്ട്. വെറുതെ ബീഡി വലിക്കണമെങ്കിലും എന്നൊരാളെ കുറിച്ച് ആലോചിച്ച് നോക്കുക. ഈ ബീഡിക്കുറ്റി കെടുത്തണമെങ്കിൽ പോലും നിങ്ങൾക്കൊരു മിശിഹായ വേണം. ആർക്കാണ് അറിയാത്തത്? ഇതൊന്നും ശരീരത്തിന് അല്ലെന്നും പത്തോളജിക്കൽ ആയിട്ട് കാര്യങ്ങൾ മാറുന്നൊക്കെ നമുക്കറിയാവുന്നത്, അറിയാൻ പാടില്ലാത്തത്. നിങ്ങൾ സിനിമ കാണാൻ പോകുന്നു, സിനിമയ്ക്ക് മുമ്പേ ഉള്ള ഒരു 2 മിനിറ്റ് ഈ പുകവലിയുടെ ദൂഷ്യഫലത്തെക്കുറിച്ചുള്ളൊരു ചിത്രീകരണമാണ്. ഇടവേളയ്ക്ക് പോയിട്ട് നിങ്ങൾ വീണ്ടും വലിച്ചു വരുമ്പോൾ വീണ്ടും ഇതുണ്ട്. എന്നിട്ട് ഈ 2 പരസ്യങ്ങളുടെ ഇടയിൽ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഈ വീട് കെടുത്താൻ പറ്റാതെ പോകുന്നത്? വളരെ ഹെൽപ്ലെസ്സാണ്. വേദപുസ്തകത്തിൻ്റെ ഏറ്റവും നടുവിലത്തെ വരിയെന്ന് പറയുന്നത് 118 കരുതപ്പെടുന്നത്. എൻ്റെ സഹായം ഇങ്ങനെ മനുഷ്യരിൽ നിന്നല്ല, ഏതോ ഒരു പോയിന്റിൽ വെച്ചിട്ട് ഐ ബിലീവ് എവരി വൺ നീഡ്സ് എ മെസ്സയ. എനിക്കൊരു മിശിഹായ വേണം. ആരാരെയാണ് മിശിഹായിട്ട് കണ്ടെത്തുന്ന കൂടി ഓർത്തത് നല്ലതാണ്. കെസറിയ ഫിലിപ്പി എന്ന് പറയുന്നത് ക്ഷേത്ര നഗരമാണ്. കുറേ അധികം പുരാതന മതങ്ങൾക്ക് പ്രധാനപ്പെട്ട ഇടമാണ്. അതുകൂടാതെ ഇപ്പോൾ പുതിയൊരു ക്ഷേത്രസങ്കല്പം കൂടി ഉണ്ടായി, സീസർ തന്നെ ഇങ്ങനെ ദൈവമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സീസറിനെ ഇങ്ങനെ വാഴ്ത്താനായിട്ട് ഫിലിപ്പെന്ന് പറഞ്ഞ് രാജാവ് പണിത ആ വലിയ ക്ഷേത്രം കൂടി അവിടെ ഉണ്ട്. നമുക്ക് ക്ഷേത്ര നഗരം എന്ന് പറയാനായിട്ട് കാണിക്കാനായിട്ട് അധികം സ്ഥലങ്ങളില്ല. വേണമെങ്കിൽ തിരുപ്പതി എന്നൊക്കെ വേണേൽ പറയാം. അവിടെ നിലത്ത് പാകിയിരിക്കുന്ന ഒരു കല്ലിൻ്റെ പോലും കേവലമൂല്യമില്ലാത്ത
ഒരു മരപ്പണിക്കാരനും 12 മുക്കുവരും. മരപ്പണിക്കാരൻ മുക്കുവനോട് ചോദിക്കുകയാണ്, ഞാൻ ആരാണെന്നാണ് പറയുന്നത്? നീയോ? നീ എൻ്റെ മിശിഹയാവുന്നു. അതെങ്ങനെയാണ്? ഒരു സ്വകാര്യതയുമില്ലാത്ത ഒരാളുടെ പേരായിരുന്നു നസ്രത്തിലെ യേശു. മറ്റാചാര്യന്മാരിൽ നിന്നൊരു പക്ഷേ യേശുവിനെ വിഭിന്നമാക്കുന്നൊരു ഘടകം എന്ന് പറയുന്നത് ഇയാൾക്കൊരു സ്വകാര്യ ലോകമില്ല. എല്ലാം പൊതുവായിരുന്നു. അവരോടൊപ്പം ഭക്ഷണം കഴിച്ച് നടന്നു, അലഞ്ഞു നടന്നു, അവരുടെ വഞ്ചി കിടന്നുറങ്ങി. പൊതുവെ ആചാര്യന്മാർ പുലർത്താനായിട്ട് ശ്രമിക്കുന്ന ഒരു മിസ്റ്ററി എലമെൻ്റ് ഉണ്ട്. ആ മിസ്റ്ററി എലമെൻറ്റിനെ പൂർണ്ണമായിട്ട് നിഷേധിച്ചൊരു മനുഷ്യൻ്റെ പേരാണ് യേശു. അയാൾ സങ്കടപ്പെടുന്നതും അയാൾ ഒറ്റയ്ക്ക് പോയിരുന്ന് കരയുന്നതും അയാൾ നെടുവേർപ്പെടുന്നതും ഒക്കെ ഇവർ കണ്ടിട്ടുണ്ട്. എന്നിട്ട് ഒരു കൂട്ടുകാരൻ മറ്റൊരു കൂട്ടുകാരൻ്റെ ചോദിക്കുകയാണ്, ഞാൻ ആരാണെന്ന് നീ പറയുമ്പോൾ അത് എൻ്റെ മിശിഹയാണെന്ന് പറയുന്നെങ്കിൽ അതിന് കാരണം എന്തായിരിക്കും? ആ കാരണം യേശു തന്നെ പറയുന്നുണ്ട്. എന്താണത്? ശിമോനെ, മാംസരക്തങ്ങളല്ല നിനക്ക് പറഞ്ഞു തന്നത്, എൻ്റെ സ്വർഗസ്നായ പിതാവിൻ്റെ ആത്മാവാണ്. ബാക്കി എല്ലാത്തരം കണ്ടെത്തലുകൾക്കും നിങ്ങളെ ബന്ധിപ്പിക്കുന്നത് നിങ്ങളുടെ ഇംപ്രഷൻസാണ്. യുവർ ബ്ലഡ് ആൻഡ് ഫ്ലഷ്. എന്തിനകത്തും ഒരു സൗഹൃദം വേണമെങ്കിൽ പോലും നിങ്ങൾ ഇംപ്രഷൻസാണ്. അങ്ങനെയാണ് പിയർ ഗ്രൂപ്പുകളൊക്കെ ഉണ്ടാവുന്നത്. ഒരു ദാമ്പത്യം എന്നൊക്കെ പറയുന്നത് അത് മാത്രമാണ് നമ്മൾ പരിഗണിക്കുന്നത്. എന്നാൽ ഈ മിശിഹായെ കണ്ടെത്താനായിട്ട് നിങ്ങളുടെ ഇംപ്രഷൻസ് നിങ്ങളെ സഹായിക്കില്ല. പണ്ടൊരിക്കലും ഇങ്ങനെ ഒരു ചെറിയൊരു മനുഷ്യനുണ്ട്, വളരെ ചെറിയ മനുഷ്യനാണ്, ഭയങ്കര ക്രാങ്കിയായിട്ടാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അടുത്ത കാലം വരെ കുറച്ച് പച്ചിലയൊക്കെ കഴിക്കുമായിരുന്നു. ഇപ്പം അടുത്ത ദിനങ്ങളിൽ തോന്നി ഈ പച്ചിലക്കും ജീവനുണ്ട്. അങ്ങനെ വരുമ്പോൾ ഇങ്ങനെ ഉണക്കയിലെടുത്ത് കഴിക്കാൻ തുടങ്ങി. അങ്ങനെയൊക്കെ ജീവിച്ചുകൊണ്ടിരുന്നൊരു ചെറിയ മനുഷ്യൻ്റെ മുമ്പിൽ വന്നിട്ട് ഈ ദേശത്തെ ഏറ്റവും ബുദ്ധിമാൻ എന്ന് വിശേഷിപ്പിക്കേണ്ട ഒരാൾ നരേന്ദ്രനാണെന്ന്, പിന്നീട് വിവേകാനന്ദനായിട്ട് മാറുന്ന ആൾ, ഇങ്ങനെ കാലിൽ വീണുകൊണ്ട് അങ്ങാണ് എൻ്റെ ആചാരം എന്ന് പറയുമ്പോൾ ഇത്തരം കണ്ടെത്തലുകളെ സഹായിക്കുന്നത് മാംസരക്തങ്ങളല്ല, മറിച്ച് ഈ തലക്ക് മീതെ വീശുന്ന കാറ്റാണ്. കാറ്റിൻ്റെ പേര് റൂഹ എന്നാണ്. പുതിയ നിയമത്തിൽ എവിടെയൊക്കെ പരിശുദ്ധാത്മാവെന്ന് കാണുന്നു അവിടെയൊക്കെ നിങ്ങൾക്ക് പെൻസിൽ കൊണ്ട് പതുക്കെ വെട്ടിയിട്ട് വസ്തുവിൽ ഇങ്ങനെ എഴുതാം, ദ പവർ ഓഫ് ലവ്. ഈ പവർ ഓഫ് ലവ് സഞ്ചരിച്ചു തുടങ്ങുമ്പോഴേക്കും ഒരാൾക്കയാളുടെ മിശിഹായെ പിടുത്തം കിട്ടും. എന്നിട്ടോ അവിടുന്ന് ശമേന് കൊടുത്ത ഒരു 4 അനുഗ്രഹങ്ങൾ നമുക്കൊന്ന് വെറുതെ വായിച്ചെടുത്തിട്ട് ഒരു പക്ഷേ എനിക്ക് നൽകിയിട്ടുള്ളൊരു സമയത്തേക്കാൾ ഇത്തിരി നേരത്തെ നിർത്താമെന്ന് തന്നെ ഞാൻ കരുതുന്നത്. അതൊരു 4 ബ്ലെസ്സിങ്സാണ്. യഹൂദര രീതി അനുസരിച്ചിട്ട് അവർക്ക് എപ്പോഴും ഇങ്ങനെ 4 cups ഓഫ് ബ്ലെസ്സിങ്സ് എന്ന് പറഞ്ഞ സങ്കല്പമുണ്ട്. നമുക്ക് ഈ പെസഹയിലൊക്കെ ഉണ്ട്. പെസഹയിലൊക്കെ ഇങ്ങനെ 4 കോപ്പയിൽ ഇങ്ങനെ വീഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിൽ 3-ാമത്തെ കോപ്പയിൽ വീഞ്ഞാണ് യേശു എടുത്ത് വാഴ്ത്തുന്നത്, കൃതജ്ഞതയുടെ പാനപാത്രം. 4-ാമത്തെ ഒരു പാനപാത്രമൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഫോണിനകത്തൊക്കെ ഒന്ന് സ്വയം പരിശോധിച്ച് കാണാവുന്നതാണ്. 4th കപ്പ്. ആ 4th കപ്പാണ് ഇങ്ങനെ കുടിക്കാതെ പോവുകയും തോട്ടത്തിൽ പോയിട്ട് കഴിയുമെങ്കിൽ അതെടുത്ത് മാറ്റണം എന്നൊക്കെ പ്രാർത്ഥിക്കുന്നത്. ഇങ്ങനത് അവരുടെ രീതിയാണ്. മേശയിലൊരു 4 കോപ്പ വീഞ്ഞ് വെക്കും. മിശിഹായെ തിരിച്ചറിയുന്ന ഈ വിരുന്ന് മേശയിൽ അവിടെ ഇങ്ങനെ നമുക്ക് വേണ്ടി 4 കോപ്പയിൽ വീഞ്ഞ് വെച്ചിട്ടുണ്ട്. എന്തൊക്കെയാണത്? 1, ശിമയോനെ, ഈ പാറമയിൽ ഞാൻ പള്ളി പണിയും. ഒരു മിശിഹ അനുഭവത്തിന് ശേഷം നിങ്ങൾ പണിയുന്നതൊക്കെ പള്ളിയാവും. എവറിത്തിങ് ഈസ് ഗോയിങ് ടു ബി സേക്രഡ്. അത്രയും കാലം ഉണ്ടായിരുന്ന പ്രൊഫൈൻ സേക്രട്ട് എന്ന് പറഞ്ഞ സങ്കല്പങ്ങൾക്കിടയിൽ തിരശ്ശീല ഇങ്ങനെ കീറിപ്പോവുകയാണ്. യേശു മരിച്ചപ്പോൾ സംഭവിച്ച പ്രധാനപ്പെട്ട ഒരു മാറ്റം നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. ഇങ്ങനെ ദേവാലയത്തിൽ തിരശ്ശീല മുകളിൽ നിന്ന് താഴോട്ട് കീറിപ്പോയി. മനുഷ്യരായിട്ട് കീറുന്നതല്ല. ആ തിരശ്ശീലയുടെയൊക്കെ ഒരു വലിപ്പമൊക്കെ നിങ്ങൾക്ക് നേരത്തെ സൂചിപ്പിച്ച കണക്ക് ഇങ്ങനെ ഗൂഗിൾ ചെയ്ത് നോക്കാവുന്നതാണ്. ഏകദേശം 80 പേരൊക്കെ എടുത്താണ് അതിനിങ്ങനെ കഴുകാനായിട്ട് കൊണ്ടുപോകുന്നത്. തിരശ്ശീലെന്ന് പറഞ്ഞാൽ പോലും അതിങ്ങനെ തുണി കൊണ്ടുണ്ടാക്കിയ ഭിത്തിയാണ്. അതിങ്ങനെ മുകളിൽ നിന്ന് കീറിപ്പോവുകയാണ്. എന്താണ് അതിൻ്റെ ഒരു പ്രസക്തി? ദൈവിക സാന്നിധ്യം ഇവിടെ മാത്രമുണ്ടെന്നാണ് സങ്കല്പിച്ചുകൊണ്ടിരുന്നത്. പള്ളിയുടെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഏറ്റവും പുറത്ത് ഇങ്ങനെ ഇതര ധർമ്മത്തിൽപ്പെട്ടവർക്കുള്ള പോർട്ടിക്കോ,
അവിടെയായിരുന്നു യേശു ശുദ്ധീകരണമൊക്കെ നടത്തുന്നത്. കാരണം ഈ കച്ചവടമൊക്കെ നടന്നിരുന്നതും ഈ ടാക്സിനുള്ള നാണയം മാറുന്നതൊക്കെ അവിടെ വെച്ചാണ്. വസ്തുത അതിങ്ങനെ വിജാതിയർക്ക് വേണ്ടിയുള്ള ഇടത്തിനകത്ത് അവർക്ക് നിശബ്ദതയും ധ്യാനത്തിനുമുള്ള നേരം കൊടുക്കാത്തതിൻ്റെ കലഹമായിരുന്നു അത്. പിന്നെ മുമ്പോട്ട് വരുമ്പോഴേക്കും സ്ത്രീകൾ, പുരുഷന്മാർ, പുരോഹിതർ, മുഖ്യപുരോഹിതർ അവർക്ക് തന്നെ ഇങ്ങനെ കുറിയിട്ട് കയറാൻ പറ്റുന്ന ഹോളി ഓഫ് ഹോളി ഇവിടെയായിട്ട് ഈ സങ്കല്പം വെച്ചിരിക്കുകയാണ്. എന്നാൽ അവിടുത്തെ മരണത്തോടുകൂടി ഈ സങ്കല്പം ഭൂമി മുഴുവൻ പടരുകയാണ്. ഇനി എവിടെ നിന്ന് നിങ്ങൾ അവനെ ഓർത്താലും ആ ഇടം പള്ളിയാവുന്നു, ആ നെടുവീർപ്പ് പ്രാർത്ഥനയാവുന്നു. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, നെടുവീർപ്പുകൾ കൊണ്ട് പ്രാർത്ഥിക്കുവിൻ. എല്ലാ അനുഭവങ്ങളും ഇങ്ങനെ പ്രഷ്യസ് ആവുന്നു, എല്ലാ ഇടങ്ങളും സേക്രട്ട് ആവുന്നു. നിങ്ങൾ നയമ്പെടുത്ത് കടലിലേക്ക് പോകുമ്പോൾ കടൽ പള്ളിയാവുന്നു. കൈക്കോട്ടെടുത്ത് വയലിലേക്ക് പോകുമ്പോൾ വയൽ പള്ളിയാവുന്നു. കുഞ്ഞുങ്ങളെ കളിപ്പിക്കുമ്പോൾ മുറം പള്ളിയാവുന്നു. അവളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഉറങ്ങുമ്പോൾ കിടപ്പുറ പള്ളിയാവുന്നു. എവറിത്തിങ് ഈസ് ഗോയിങ് ടു ബി സേക്രഡ്. ഈ മിശിഹാബോധത്തിന് ശേഷം സംഭവിക്കുന്ന ഏറ്റവും വലിയ വ്യത്യാസം അതാണ്. എല്ലായിടങ്ങളും ശുദ്ധിയുള്ളതായിട്ട് മാറുന്നു. ഇതിനെ അശുദ്ധി എന്ന് വിളിക്കാനുള്ള ഒരു ധൈര്യം പോലും നമുക്കില്ല. അങ്ങനെയാണ് പുതിയ നിയമം ആരംഭിക്കുന്നത്. പത്രോസ് സ്വപ്നം കാണുന്നു, ഒരു കൊട്ട ഇറങ്ങി വരുന്നു. ആ കൊട്ടയ്ക്കകത്ത് സകലമാന ജീവജാലങ്ങളുമുണ്ട്. എന്ത് ഭക്ഷിക്കണം, എന്ത് ഭക്ഷിക്കരുതെന്നൊക്കെ കൃത്യമായിട്ടുള്ള നിയമമുള്ളൊരു കമ്മ്യൂണിറ്റിയാണത്. അതുകൊണ്ട് ആ മനുഷ്യൻ പറഞ്ഞു, ഇങ്ങനെ നല്ലതല്ലാത്തൊന്നും ഭക്ഷിച്ചിട്ടില്ല. അപ്പോൾ ആ ശബ്ദം അയാളെ തിരുത്തുകയാണ്, ഞാൻ സൃഷ്ടിച്ചതിനെയൊക്കെ നല്ലതെന്നും ചീത്തതെന്നൊക്കെ വേർതിരിച്ച ആരാണ്? എല്ലാം നല്ലതാണെന്നൊക്കെ കാണാൻ പറ്റുന്ന ഒരു പുതിയൊരു ബോധം ഉണ്ടാവുകയാണ്. ഇത് സമരിയക്കാരി സ്ത്രീക്ക് കൊടുത്ത വാക്കാണ്. അവൾ ചോദിക്കുന്നുണ്ട്, എവിടെയാണ് ശരിക്കുമുള്ള ആരാധനയിടം? അവളിങ്ങനെ സത്യാന്വേഷിയായ ഒരു സ്ത്രീയായിരുന്നു. ആദ്യമൊക്കെ ഇത്തിരി കൊച്ചു വർത്താനം ഉണ്ടായിരുന്നു. പക്ഷെ പെട്ടെന്ന് അയാളുടെ ഒരു ആന്തരിക സത്ത മനസ്സിലാക്കിയ ആ സ്ത്രീ പിന്നീട് ചോദിക്കുന്ന ആരാധനയെക്കുറിച്ചാണ്. നിങ്ങളുടെ പിതാക്കന്മാർ ഗരസിമിൽ പോയി ആരാധിക്കുന്നു, ഞങ്ങളുടെ പിതാക്കന്മാർ ഗരസിമിൽ ആരാധിക്കുന്നു, നിങ്ങളുടെ പിതാക്കന്മാർ ജെറുസലമിൽ ആരാധിക്കുന്നു. എവിടെയാണ് ശരിയായ ആരാധന? ഏതാണ് ശരിയായ വർഷിപ്പിൻ്റെ ഇടം? ഈശോ അവളോട് പറഞ്ഞു, സ്ത്രീയെ, ആമലയിലും ഈമലയിലുമല്ല, എല്ലായിടങ്ങളിലും മനുഷ്യ ദൈവത്തെ ആരാധിക്കുന്ന കാലം വരുന്നു. ഇങ്ങനെ ഗോഡ് ഓഫ് പ്രോമിസസ് ആണ്. എല്ലാ വാക്കും അയാൾ പൂർത്തീകരിക്കും. അങ്ങനെ അവൾക്ക് കൊടുത്തൊരു വാക്കുകൂടിയാണ് ഈ കീറിപ്പോകുന്ന തിരശ്ശീല. ശരിക്കും അതങ്ങനെ സംഭവിച്ചെന്ന് പോലും നമുക്കറിയേണ്ട കാര്യമില്ല. ചിലപ്പോൾ സംഭവിച്ചിട്ടില്ലായിരിക്കും. കാരണം അങ്ങനെ ഒരു തിരശ്ശീല കീറിയിരുന്നെങ്കിൽ ആ ഒരൊറ്റ കാരണം മതി ജെറുസലേമിന് തങ്ങൾ നടത്തിയ ആ പുതിയ ബലിയുടെ ഹീനത തിരിച്ചറിയാനായിട്ട്. അതൊരു സങ്കല്പമാണ്. ദേവാലയത്തിലെ തിരശ്ശീല നടുക്കെ കീറിപ്പോയി. ക്രിസ്തുവിലില്ലാതെ പോകുന്ന, ക്രിസ്തുവിൽ മാഞ്ഞു പോകുന്ന മതിലുകളെക്കുറിച്ചൊക്കെ പിന്നീട് പൗലോസ് എഴുതുന്ന അങ്ങനെയാണ്. ഒന്നിനകത്തും ഇനി വ്യത്യാസങ്ങളില്ല. രണ്ടാമതായിട്ട് അവിടുന്ന് അവനോട് പറഞ്ഞു, ശിമയോനെ, നഗരകവാടങ്ങൾ നിനക്കെതിരായിട്ട് പ്രബലപ്പെടില്ല. നഗരകവാടം എന്ന് പറയുന്നത് അതോറിറ്റി ഓഫ് ഹെല്ലാണ്. നഗരകവാടം എന്ന് പറയുന്ന പോലെ തന്നെയാണ്. പഴയകാലങ്ങളിൽ ഈ നഗരകവാടം എന്നൊക്കെ പറയുന്നത് ആ സ്ട്രാറ്റജിക്കൽ പോയിൻ്റാണ്. അവിടെ ഇരുന്നുകൊണ്ടാണ് മൂപ്പന്മാർ ചില കാര്യങ്ങൾ തീരുമാനിക്കുകയും ചില കാര്യങ്ങൾക്കകത്ത് വിധിക്കുകയും ചിലരെയൊക്കെ സ്വതന്ത്രരാക്കുകയൊക്കെ ചെയ്യുന്നത്. ഒരു പ്രിമിറ്റീവ് സോർട്ട് ഓഫ് ഗവൺമെൻറ് ആണ് ഈ പറഞ്ഞ ഗേറ്റ് വേ. അപ്പം അത് തന്നെയാണ് ഇവിടെയും. നഗരകവാടം എന്താണെന്ന് പിടുത്തം കിട്ടിക്കഴിഞ്ഞാൽ അത് തന്നെ അതോറിറ്റി ഓഫ് ഹെൽ. അതോറിറ്റി ഓഫ് ഹെൽ ഹാസ് നത്തിങ് ടു ഡു വിത്ത് യു. എന്താണ് നരകം എന്ന് പറയുന്നത്? ഒരു കുട്ടി വന്നിട്ട് പറയുകയാണ്, അച്ഛാ, വീട് നരകമാണ്. നിങ്ങളാരും വിചാരിക്കുന്നില്ല ഇതിനകത്തുള്ള മനുഷ്യർക്ക് ഇങ്ങനെ കൊമ്പ് മുളക്കുന്നൊക്കെ ആയിട്ട്. അതതിൻ്റെ അർത്ഥം ആബ്സെൻസ് ഓഫ് ലവ്. ഈ സ്നേഹശൂന്യത വിളിക്കുന്ന വാക്കാണ് നരകം. അപ്പം അവനിലേക്ക് എത്തിയവർക്ക് ലഭിക്കുന്ന രണ്ടാമത്തെ അനുഗ്രഹം ഇതാണ്. ഇങ്ങനെ സ്നേഹത്തിനും ജീവനും നിരക്കാത്ത ഭാവനകൾ അകന്നു പോകും. പഴയമത്തെ നമ്മൾ വായിച്ചു കേൾക്കുന്നില്ലേ, കുഞ്ഞാടിൻ്റെ രക്തം ഇങ്ങനെ കട്ടിളപ്പടി തളിക്കുമ്പോൾ മരണം ഓടിപ്പോകുന്നു. ശരീരത്തെ ഒരു ഗൃഹമായിട്ട് എടുക്കാൻ പറ്റുമെങ്കിൽ, ഫെനോമെനോളജിക്കലി സ്പീക്കിംഗ് അതിനൊരു ഗൃഹമായിട്ട് കാണാൻ പറ്റുമെങ്കിൽ, ശരീരത്തിൻ്റെ
കട്ടിൽപ്പടി ഏതാണ്? ശരീരത്തിൻ്റെ വാതിൽപ്പടി ഏതാണ്? നെറ്റിത്തടമാണ്. നെറ്റിത്തടത്തിൽ കുരിശുമുദ്ര വീണ ഒരാളുടെ ജീവിതത്തിൽ നിന്ന് ജീവനും സ്നേഹത്തിന് നിരക്കാത്ത എല്ലാം അകന്നു പോകുന്നു. ഒരു കാര്യം ഒന്ന് മനസ്സിൽ വെച്ചാൽ നല്ലതാണ്. പുതിയ നിയമത്തിലെ പാപം എന്ന് പറയുന്നത് ക്രിയയല്ല. പഴയ നിയമത്തിലെ പാപം ക്രിയയാണ്. അതുകൊണ്ടാണ് ഡോണ്ട് എന്നൊരു വാക്ക് വരുന്നത്. ഡോണ്ട് ഡു. കമാൻഡ്മെൻറ്റ്സൊക്കെ അങ്ങനെയാണ്. അത് ചെയ്യരുത് ചെയ്യരുത് ചെയ്യരുത്. എന്നാൽ പുതിയ നിയമം പറയാനായിട്ട് ശ്രമിക്കുന്നത് ഈ ക്രിയയല്ല പാപം. ഉദാഹരണത്തിനായിട്ട് പണ്ട് കൊലപാതകം എന്ന് പറയുന്നത് ചോര വീഴ്ത്തുകയാണ്. വ്യഭിചാരം എന്ന് പറയുന്നത് കിടക്ക പങ്കിടുകയാണ്. എന്നാൽ എന്താണ് അയാൾ പഠിപ്പിച്ചത്? നീ നിൻ്റെ സഹോദരനെ ഉള്ളിൻ്റെ ഉള്ളിൽ ഭോഷണം എന്ന് നനച്ചാൽ പോലും നീ പാപം ചെയ്തിരിക്കുന്നു. ഈവൺ ഇഫ് യു അണ്ടർ എസ്റ്റിമേറ്റ് യുവർ ബ്രദർ യു കമ്മിറ്റ് മർഡർ. പിന്നെന്താണ് വ്യഭിചാരത്തെക്കുറിച്ച് പറയുന്നത്? ആസക്തിയോട് നോക്കുന്ന നിമിഷം നീ വ്യഭിചാരം ചെയ്തിരിക്കുന്നു. ഒരു ഫോൺ സൈറ്റിലൂടെ ഒന്ന് കാഷ്വലായിട്ട് നോടിപ്പോകുമ്പോൾ പോലും വെറുതെ ഓർത്തോളണം, എൻ്റേതല്ലാത്തൊരു പങ്കാളിയാണ് ഒരു സെക്കൻഡെങ്കിലും ഒരു സെക്കൻഡ് എൻ്റെ ഭാവനയ്ക്ക് കാരണമായിട്ട് മാറുന്നത്. ഇപ്പോൾ പുതിയ നിയമ പാപം എന്ന് പറയുന്നത് ക്രിയയല്ല, ക്രമം തെറ്റിയ ഭാവനയാണ്, അഴകില്ലാത്ത ഭാവനയാണ്. അതുകൊണ്ടാണ് തിരുവത്താഴ മേശയിൽ ഈ പത്രോസിൻ്റെ പാദം കഴുകുമ്പോൾ പത്രോസിന് അതിന് കാര്യം പിടുത്തം കിട്ടി. അഴുക്കിൽ ചവിട്ടാൻ പോകുന്ന ഇടമാണ് ഈ പാദം എന്ന് പറയുന്നത്. പക്ഷേ അയാൾക്കതിൻ്റെ വെളിച്ചം കിട്ടിയപ്പോൾ അയാൾ ആദ്യം തടഞ്ഞെങ്കിലും അതിൻ്റെ വെളിച്ചം കിട്ടിയപ്പോൾ അയാൾ എന്താ പറഞ്ഞത്? എൻ്റെ കാലല്ല കഴുകേണ്ടത്, എന്നെ കുളിപ്പിക്കുക വേണ്ടത്. കാലിടറുന്നതിനേക്കാൾ എത്രയോ മുമ്പേ ഭാവന ഇടറിയിട്ടുണ്ട്. രണ്ടാമത്തത് ഈ ഭാവനകളുടെ ശുദ്ധീകരണമാണ്. ഞാൻ വിചാരിക്കുന്നു എല്ലായിടത്തും ഈ ഭാവനകൾക്ക് കുറച്ചുകൂടി ശുദ്ധീകരണം വേണം. ഒരു കാലത്ത് മനുഷ്യരെ തമ്മിൽ അടുപ്പിച്ച് നിർത്തുമെന്ന് നമ്മൾ കരുതി സോഷ്യൽ മീഡിയ ഒക്കെ എടുക്കുക. എവിടെയായാലും നിങ്ങൾക്ക് ബന്ധപ്പെട്ട് നിൽക്കാനും സന്ദേശങ്ങൾ അയക്കാനും പുതിയ സന്തോഷങ്ങൾ ഇങ്ങനെ മനുഷ്യർക്ക് മുമ്പിൽ കാട്ടാനുമൊക്കെ ഒരിടമെടുത്ത് നോക്കുക. അവരുടെ തന്നെ കണക്കനുസരിച്ചിട്ട് അതിങ്ങനെ ഏറ്റവും കൂടുതൽ ഹെയ്റ്റഡിൻ്റെ ഇടമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഹെയ്റ്റഡ് സൈറ്റ്സാണ് കൂടുതൽ ഉണ്ടാവുന്നത്. ആരെ ആക്രമിക്കാമെന്നും ആരെ അപമാനിക്കാമെന്നും ഒക്കെയാണ്. അപ്പം എല്ലായിടത്തും ഇങ്ങനെ ഭാവനകൾ ഈ പതുക്കെ അഴുക്ക് പറളുമ്പോൾ ഈ ശുദ്ധഭാവനയുമായിട്ട് ജീവിക്കാൻ പറ്റുന്ന അന്വേഷണമാണ് രണ്ടാമത്തത്. മൂന്നാമതായിട്ട് അവിടെ നിന്ന് പറഞ്ഞു, ശമയോനെ നിൻ്റെ കൈവെള്ളയിൽ സ്വർഗത്തിൻ്റെ താക്കോലുണ്ട്. കവിതയാണ്. ഇതിനേക്കാൾ ഭംഗിയുള്ളൊരു കവിത ചിലപ്പോൾ ഭൂതലത്തിൽ വേറെ മുഴങ്ങിയിട്ടുണ്ടാവില്ല. ഓരോ പുലരിയിലും സ്വന്തം കൈവെള്ളയിലോട്ട് നോക്കിയിട്ട് പറയണം, എൻ്റെ കൈവെള്ളയിൽ എൻ്റെ ഉറ്റവരുടെ സ്വർഗത്തിൻ്റെ താക്കോലുണ്ട്. നിങ്ങളൊന്ന് മനസ്സ് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പാർക്കുന്നിടത്തൊക്കെ ഇങ്ങനെ കുറേ കൂടി സ്വർഗതുല്യമാക്കാൻ പറ്റും. ഞാൻ വീടിനെക്കുറിച്ച് ഓർക്കുകയാണ്. വീടിനകത്ത് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. വലിയ അളവിൽ വേണമെങ്കിൽ ദാരിദ്ര്യമെന്ന് പോലും വിശേഷിപ്പിക്കാവുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ തിരിഞ്ഞു നോക്കുമ്പോൾ പിടുത്തം കിട്ടുന്ന ഒരൊറ്റ കാര്യം മാത്രമാണ്, ദ ഹോം വാസ് ഹെവൻലി. കൂടുതലും മുതിർന്നവരാണ് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഏറ്റക്കുറച്ചിലൂടെ നിങ്ങൾക്കത് ഓർത്തെടുക്കാനേ പറ്റുന്ന കാര്യമാണ്, ദ ഹോം വാസ് ഹെവൻലി. മനുഷ്യർ വിചാരിച്ചെന്നാൽ ഈ പാർക്കുന്നിടങ്ങളെ സ്വർഗതുല്യമാക്കാൻ പറ്റും. ഈ മദർ തെരേസ മരിക്കുന്നതിന് മുമ്പായിട്ട് നടന്നൊരു ഇൻ്റർവ്യൂ ഉണ്ട്. അയാൾ ചോദിക്കുന്നുണ്ട്, അമ്മ നിങ്ങൾ എന്ത് ചെയ്യുകയായിരുന്നു? അപ്പോൾ അമ്മ പറഞ്ഞു, ഞാനോ ഐ വാസ് ഹെൽപ്പിംഗ് പീപ്പിൾ ടു സ്മൈൽ ബിഫോർ ദ ഡൈ. ഞാൻ മനുഷ്യർ മരിക്കുന്നതിന് മുമ്പ് അവരെ ചിരിക്കാൻ സഹായിക്കുകയായിരുന്നു. എന്നിട്ട് ആ പത്രക്കാരൻ്റെ കൈക്ക് പിടിച്ചിട്ട് പറഞ്ഞു, സർ ഹെൽപ്പ് അതേഴ്സ് ടു സ്മൈൽ ബിഫോർ ദ ഡൈ. അപ്പോൾ അയാൾക്ക് വലിയ സങ്കടം വന്നു. കാരണം അയാളുടെ ജീവിതത്തിലേക്ക് പ്രവേശിച്ച ഒരേ ഒരാൾ, അയാൾ ഉത്തരവാദിയായിരിക്കുന്ന ഒരേ ഒരാൾ, അത് അയാളുടെ പങ്കാളിയാണ്. അവളുടെ പുഞ്ചിരിയെപ്പോലും അയാൾ വീണ്ടെടുത്തിട്ടില്ല. സർ ഹെൽപ്പ് അതേഴ്സ് ടു സ്മൈൽ ബിഫോർ ദ ഡൈ. എല്ലാവരുമൊക്കെ ചെറിയ വീടുകളിലൊക്കെയാണ് പാർക്കെന്ന് ഞാൻ വിചാരിക്കുന്നത്. കാര്യമായ കൂട്ടുകുടുംബ രീതികളൊന്നും ഇപ്പോൾ ഉണ്ടാവില്ല. അങ്ങനെയെങ്കിൽ 5-6 പേര് മാത്രമുള്ളൊരു വീടാണ്. 5-6 പേരുടെ ചിരിയൊക്കെ വീണ്ടെടുക്കാതെ നമ്മൾ കടന്നു പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവർ നമ്മുടെ ജീവിതത്തിൽ നടന്നു പോയി കഴിഞ്ഞെന്നാൽ നമ്മൾ ആർക്ക് കണക്ക് കൊടുക്കും? പുഞ്ചിരിയെ വീണ്ടെടുക്കുക. ഇനി ധൂർത്തപുത്രൻ്റെ കഥയൊക്കെ പറയുമ്പോൾ എനിക്ക് എപ്പോഴും വലിയ സങ്കടം വരുന്നതാണ്. ധൂർത്തപുത്രന് തിരിച്ചു വരാനായിട്ട് ഓർമ്മയുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങൾ ഇറങ്ങിപ്പോയി കഴിഞ്ഞെന്നാൽ
അവർക്ക് തിരിച്ചു വരാൻ പറ്റുന്ന എന്തോർമ്മ അതിൻ്റെ നെഞ്ചിൽ നമ്മൾ ഇങ്ങനെ നെയ്തെടുത്തിട്ടുണ്ട്? എന്ത് മെമ്മറിയാണ് കൊടുത്തിട്ടുള്ളത്? ഇത്തിരി ഒന്ന് മനസ്സ് വെക്കുമെങ്കിൽ ഇങ്ങനെ ഭംഗിയാക്കാം. വെറുതെ ഇപ്പോൾ ആലോചിക്കുകയാണ്, വാസ്തവത്തിൽ ഞാൻ വളരെ വൈകിയാണ് എത്തിയിരിക്കുന്നത്. അത്രയും വൈകി എത്തുന്ന ഒരു കാര്യം നിങ്ങളെ തോന്നിപ്പിക്കാതെ ഈ കാര്യത്തെ ഏറ്റവും ബ്രദർലി ആയിട്ടാണ് ഇവിടുത്തെ അച്ഛന്മാർ ഇങ്ങനെ ശ്രദ്ധിച്ചത്. എനിക്ക് എൻ്റെ ഒരു ഡിസിപ്ലിൻ ഇല്ലായ്മ കൊണ്ടോ അല്ലെങ്കിൽ എൻ്റെ ഒരു അപാകത കൊണ്ടോ വൈകി എന്നൊരു തോന്നൽ വരാതിരിക്കാൻ വേണ്ടി അവർ പരമാവധി ശ്രദ്ധിച്ചു. അങ്ങനൊരു ശ്രദ്ധയില്ലായിരുന്നെങ്കിൽ എനിക്ക് ഈ സംഭാഷണം പോലും എളുപ്പമല്ല. ഒരു യാത്ര കഴിഞ്ഞിട്ട് ഓടി വന്ന ഒരു കാര്യം പറയാമെന്നൊക്കെ ഉള്ളത് ആവശ്യത്തിലേറെ സോഷ്യൽ ആങ്സൈറ്റി ഉള്ള എനിക്ക് എളുപ്പമല്ല. ഓരോരുത്തരും അവരവരുടെ പരിസരത്ത് ഇങ്ങനെ ഹെവൻലി ആക്കാൻ നോക്കുക, ഇങ്ങനെ മനുഷ്യരെ കംഫർട്ടബിൾ ആക്കുക. ഈ ഉപവാസത്തെക്കുറിച്ചൊക്കെ ഇങ്ങനെ യേശയാ പറയുന്നത്. യേശു പോലും അല്ല കേട്ടാ, യേശുവിന് മുമ്പ് ജീവിച്ച 400 വർഷം മുമ്പ് ജീവിച്ച പ്രവാചകൻ പറയുന്നത് എന്താണ്? ഈ നുകങ്ങളെടുത്ത് മാറ്റുന്നതാണ് ഉപവാസം. പല കാരണങ്ങൾ കൊണ്ട് നമ്മുടെ കൂടെ പാർക്കുന്നവർക്ക് വിഷമങ്ങളുണ്ടെന്നേ. അതിൽ ഏറ്റവും വലിയ വിഷമം അവർ നിമിത്തം നമുക്ക് വിഷമം തന്നുള്ളതാണ്. ഉദാഹരണത്തിനായിട്ടൊരു ക്രോണിക് ഡിപ്രഷനുള്ളൊരു പങ്കാളി എടുക്കുക. അവരുടെ ഏറ്റവും വലിയ വിഷമം അവരുടെ വിഷമമല്ല, അവർ കാരണം നിങ്ങളുടെ ജീവിതവും ഇങ്ങനെ നിശ്ചലമായി പോയി. അപ്പം അതിൻ്റെ ഒന്നും കാരണമില്ലെന്ന് അവരോട് പറഞ്ഞു കൊടുക്കുന്നതിന് വിളിക്കുന്ന വാക്കാണ് ഈ നുകങ്ങളെടുത്ത് മാറ്റുക. അവനവൻ പാർക്കുന്ന ഇടങ്ങളും ജോലി ചെയ്യുന്ന ഇടങ്ങളെയൊക്കെ കുറേ കൂടി ഭംഗിയുള്ളതാക്കണ്ടേ. എൻ്റെ ഒരു ജ്യേഷ്ഠൻ തിരുവനന്തപുരത്ത് തന്നെ കുറച്ച് പ്രധാനപ്പെട്ട ജോലിയിലുണ്ടായിരുന്നു. അദ്ദേഹം എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ ADP ആയിരുന്നു. ഒരു 4-5 വർഷം ആ സർവീസിലുണ്ടായിരുന്ന സമയത്ത് പുള്ളി ചെയ്തുകൊണ്ടിരുന്നൊരു കാര്യം, ഇങ്ങനെ ജനുവരി മാസത്തിലൊക്കെ തിരുവനന്തപുരത്ത് അടുത്തുള്ള സ്കൂളുകളിലൊക്കെ പോകും. ഒരു 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളുടെ പേരൻസിനെ കാണണമെന്ന് പറയും. ഒരു ചെറിയ തരം PTA. എന്നിട്ട് അവരെ വിളിച്ചു കൂട്ടിയിട്ട് പറയും, 8ലെ പരീക്ഷ കണക്ക്, 9ലെ പരീക്ഷ കണക്ക് ഒരു പരീക്ഷ മാത്രമാണ് ഈ 10ലെ പരീക്ഷ. നിങ്ങൾ പഠിച്ച ഒരു സ്കീമിൽ അന്ന് 10 പ്രധാനപ്പെട്ടതായിരുന്നു. ഇപ്പോൾ 12 വരെ 8 യൂണിറ്റാണ്. അതുകൊണ്ട് കുട്ടി 10ലാണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഇത്രയും സംഘർഷം അനുഭവിക്കാനും പാടില്ല. ആ സംഘർഷം കുഞ്ഞുങ്ങളിലോട്ട് ഇങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്യാനും പാടില്ല. ടേക്ക് ഇറ്റ് ഈസി. 10ലാണെന്നുള്ള ഇപ്പോൾ എന്താ പ്രത്യേകത ഉള്ളത്? അപ്പോൾ ഈ പേരൻസ് ചോദിക്കും, പിന്നെ സാറേ എന്തിനാണ് ഈ SLC ബുക്ക്? അങ്ങനൊരു സംഭവം ഉണ്ടല്ലോ. അപ്പോൾ പുള്ളി പറഞ്ഞു കൊടുക്കും, അത് കുട്ടികളുടെ മറുക് അടയാളപ്പെടുത്താൻ വേണ്ടിയാണ്. അതേ ഉള്ളൂ, അത്രക്കും അതേ ഉള്ളൂ. ഇതൊരു ഉത്തരവാദിത്തപ്പെട്ട മനുഷ്യൻ പറയുമ്പോഴേക്കും ലഭിക്കുന്നൊരു സമാധാനമില്ല. ഇപ്പം നിങ്ങൾക്കുണ്ടായ സമാധാനം കണക്ക്. ഈ കുറച്ചുകൂടി ഇങ്ങനെ അവനവൻ പാർക്കുന്ന ഇടങ്ങളെ കുറച്ചുകൂടി ഈസിയാക്ക്. മനുഷ്യർ കുറച്ചുകൂടി സമാധാനത്തിൽ ജീവിക്കട്ടെ. അതാണ് എൻ്റെ ഒരു 3ാമത്തത്. ഇങ്ങനെ കൈവെള്ളയിൽ സ്വർഗത്തിൻ്റെ താക്കോലുണ്ട്. നിങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പാർക്കുന്ന ഇടങ്ങൾ ഭംഗിയുള്ളതാക്കാൻ പറ്റും. കഴിഞ്ഞ ദിവസം ഒരു ഇടത്തുനിന്ന് ഭക്ഷണം കഴിച്ചു. അവിടെ ഇങ്ങനെ ഭക്ഷണം തരുമ്പോൾ ഒരു കുഞ്ഞ് പ്രശ്നം പറ്റി. ഞങ്ങളൊരു 6 പേരുണ്ട്. എന്ത് നമുക്ക് കൊടുക്കണം തരണം എന്നൊക്കെക്കുറിച്ച് ധാരണയില്ലാത്തൊരു കൾച്ചറിലുള്ളതാണ്. ഇങ്ങനെ കാര്യമായിട്ട് ഇങ്ങനെ സസ്യഭക്ഷണം മാത്രം കഴിക്കുന്നൊരു വീടൊക്കെയാണ്. അവർക്കൊക്കെ പൊതുവെ ഒരു സങ്കല്പം ഉണ്ടല്ലോ, നമുക്കത് ചിലപ്പോൾ ഇഷ്ടപ്പെടത്തില്ലെന്നൊക്കെ ഉള്ളത്. അങ്ങനെ ആവശ്യത്തിലേറെ ആശങ്കയിലാണ് ഈ ഭക്ഷണമൊക്കെ തരുന്നത്. അപ്പോൾ ഇങ്ങനെ അതിനകത്ത് ഇങ്ങനെ ചായ കുടിക്കുമ്പോൾ അതിനകത്ത് ഇട്ടിരിക്കുന്ന ഉപ്പാണ്. ഞാൻ ഓർത്ത് ഇത് എൻ്റെ മാത്രം പ്രശ്നമെന്ന് ഓർത്തിട്ട് ഞാൻ കുടിച്ചു. നോക്കുമ്പോൾ ഈ ബാക്കിയുള്ളത് എല്ലാം ചെറിയ മക്കളാണ്. ബാക്കിയുള്ള ഒരു 5 പേര് ചെറിയ മക്കളാണ്. 5 പേര് അത് കുടിച്ചു. മുഖത്തൊരു ഭാവഭേദം പോലും ഇല്ല. ഇത് ഉപ്പാണെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഓൾറെഡി ടെൻസ്ഡായിട്ട് നിൽക്കുന്ന ആ വീടിനകത്ത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് വളരെ ചെറിയ കാര്യമായിട്ട് തോന്നും. പക്ഷേ ഈ ചെറിയ കാര്യങ്ങൾ കൊണ്ടാണ് ജീവിതം ഭംഗിയാവുന്നത്. മനുഷ്യർ ഈ വലിയ കാര്യങ്ങളൊന്നും ആഗ്രഹിക്കുന്നേ ഇല്ല. ഈ ചെറിയ ചെറിയ കാര്യങ്ങളുടെ ശ്രദ്ധയാണ്. പാർക്കുന്നിടത്തെ കുറച്ചുകൂടി സ്വർഗതുല്യമാക്കുക. ഹെവൻലി ആണ് 3ാമത്തത്. അതിനുള്ള ഉത്തരവാദിത്വം ഈ കൈവെള്ളയിലുണ്ട്. ഞാൻ ആവർത്തിക്കുകയാണ്, ഓരോ പുലരിയിലും ഒന്നിങ്ങനെ കണ്ണുപൂട്ടിയിരുന്നിട്ട് പതുക്കെ കൈവെള്ളയിലോട്ട് നോക്കിയിട്ട് പറയണം, എൻ്റെ കൈവെള്ളയിൽ എൻ്റെ ഉറ്റവരുടെ സ്വർഗത്തിൻ്റെ താക്കോലുണ്ട്. ചിലത് വിട്ടുകളയാൻ പറ്റുമെങ്കിൽ, ചിലതിനെ പ്രചോദിപ്പിക്കാൻ പറ്റുമെങ്കിൽ, ചിലതിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ
ഈ പാർക്കുന്നിടം എത്ര ഭംഗിയുള്ള ഇടമായിട്ട് മാറും. നല്ല ഓർമ്മകളുമൊക്കെ ആയിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളും നമ്മളുമൊക്കെ മടങ്ങിപ്പോകണ്ടേ. വേദപുസ്തകത്തിലെ ഏറ്റവും ആദ്യത്തെ പ്രാർത്ഥന എന്താണ്? എന്നെ സമാധാനത്തിൽ വിട്ടേക്കണമേ. ഇതാണ് വേദപുസ്തകത്തിലെ ഏറ്റവും ആദ്യത്തെ പ്രാർത്ഥന. ശമേൻ്റെ പ്രാർത്ഥനയാണിത്. എന്നെ സമാധാനത്തിൽ വിട്ടേക്കണമേ. മനുഷ്യനെന്ന നിലയിൽ നമുക്ക് എല്ലാവരോടും ചെയ്യാവുന്ന കാര്യം ഏതാണ്? ഈ കൂടെ പാർക്കുന്നവരൊക്കെ ഇങ്ങനെ സമാധാനത്തിൽ പോകാൻ അനുവദിക്കുക. എന്നാൽ അവിടുന്ന് പറഞ്ഞു, ശമയോനെ, നീ ഇവിടെ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെടും, നീ ഇവിടെ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിൽ അഴിക്കപ്പെടും. അതിൻ്റെ അർത്ഥം സ്വർഗവും നിനക്കുമിടയിലുള്ള അകലം കുറഞ്ഞു വരികയാണ്. നീ ചെയ്യുന്നതൊക്കെ സ്വർഗം ആഗ്രഹിച്ചത്. ആദ്യമൊക്കെ നമുക്ക് ഒരു ആശങ്കയുണ്ട്, അവിടുന്ന് ശരിക്കും നമ്മളിന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? പിന്നെ കുറേ കഴിയുമ്പോൾ അത് വളരെ ഓർഗാനിക്കായിട്ട് മാറുന്നു. നിങ്ങൾ ചെയ്യുന്നതെല്ലാം സ്വർഗം ആഗ്രഹിച്ചത്. ചുരുക്കത്തിൽ ഇങ്ങനെ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന പ്രാർത്ഥന പൂർത്തീകരിക്കുകയാണ്. എന്താണത്? ഓർമ്മ വെച്ച് നാളെ തൊട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, നിന്റെ രാജ്യം വരയണമേ. ഒരു വാക്കല്ലേ, നിന്റെ രാജ്യം വരയണമേ. ഇവിടെ വരണം, എൻ്റെ ഭൂമിയിൽ വരണം. എൻ്റെ ഭൂമി എന്താണ്? ഞാൻ ഈ വളച്ചു കെട്ടിയ മണ്ണല്ല. ദിവസം പറയുന്നുണ്ട്, മാൻ വാസ് ക്രിയേറ്റഡ് ഔട്ട് ഓഫ് ദി എർത്ത്. ഔട്ട് ഓഫ് ദി എർത്ത്. മനുഷ്യന് ഇതിനേക്കാൾ നല്ലൊരു മെറ്റഫർ കിട്ടാനില്ല. മനുഷ്യൻ ഇങ്ങനെ എർത്തിൻ്റെ ഒരു സ്ലൈസാണ്. ഈ വൃത്തിക്ഷയങ്ങളും ഈ പറഞ്ഞ് പൊടിഞ്ഞു പോകലും ഒക്കെ ഇങ്ങനെ നമ്മളോടൊപ്പം ഉണ്ട്. എത്തിയപ്പം ബൈബിളിനകത്ത് ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുമ്പോഴേക്കും ഇങ്ങനെ 4 ദിക്കിൽ നിന്നാണ് ഇങ്ങനെ മണ്ണെടുത്തിട്ടാണ് ഉണ്ടാക്കുന്നത് പറയുന്നത്. അങ്ങനെയാണ് നമുക്ക് ഈ ധ്രുവപ്രദേശങ്ങളുള്ള കണക്ക് തണുപ്പും ഈ മരുഭൂമിയിൽ കണക്ക് ചൂടുമുള്ള മനുഷ്യരായിട്ട് മാറുന്നത്. അങ്ങനെയാണ് നമുക്ക് കിഴക്കും പടിഞ്ഞാറുമൊക്കെ ഉള്ള ഉദയാസ്തമയങ്ങളുള്ള മനുഷ്യരായിട്ട് മാറുന്നത്. എർത്ത്. ഈ ഭൂമിയിലേക്ക് വരണം, എൻ്റെ ഭാവനയിൽ വരണം, എൻ്റെ ശ്രദ്ധയിൽ വരണം. എന്നെ യേശുവിൻ്റെ കണക്കൊക്കെ നമ്മൾ വായിക്കത്തില്ല, വെണ്ടുകീറിയ എൻ്റെ വിലാവിലേക്ക് വരണം. ആർക്കും തകർക്കാൻ പറ്റാത്ത എൻ്റെ നട്ടലിലേക്ക് വരണം. നിരന്തരം ചലിച്ചുകൊണ്ടിരിക്കാൻ ആഗ്രഹിക്കുന്ന എൻ്റെ വിണ്ടുകീറിയ കാൽപാദങ്ങളിലേക്ക് വരണം. നിൻ്റെ രാജ്യം എൻ്റെ ഭൂമിയിൽ വരണമേ. പഴയ നിയമത്തിലൊക്കെ നമ്മൾ വായിച്ച് കേൾക്കുന്നില്ലേ? അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു മേഘം വന്നവരെ പൊതിഞ്ഞു. നോക്ക് നിൽക്കെ, നിങ്ങളുടെ ഭൂമിക്കും അവിടുത്തെ ആകാശത്തിനുമിടയിൽ അകലം കുറഞ്ഞു വരുന്നു. ആമേൻ. കണ്ട ചിന്തകളെ വളരെ വേഗത്തിലൊന്ന് ക്രോഡീകരിക്കുകയാണ്. ഇയാളെനിക്കാരാ? ഇത്തരം ഒത്തുചേരലുകൾ വാസ്തവത്തിൽ റീഡെഡിക്കേഷന് വേണ്ടിയുള്ള ദിവസമാണ്. ഒരിക്കൽ കൂടി അവൻ്റെ കാൽപാദങ്ങളിൽ അർപ്പിക്കാനും കൺവേർജ് ചെയ്ത് ജീവിക്കാനും ഒക്കെ ആഗ്രഹിക്കുന്നുള്ളതിൻ്റെ അടയാളമാണ്. ഇയാളെനിക്കാരാ? ഇത്തരം ഒത്തുചേരലുകളൊക്കെ അഗാധമായ സമർപ്പണത്തിലേക്ക് നമ്മളെ കൊണ്ട് എത്തിച്ചില്ലെങ്കിൽ ഇത് മറ്റൊരു സോഷ്യൽ ഗാദറിംഗ് ആയിട്ട് മാറും. നമ്മളത് ആഗ്രഹിക്കുന്നില്ലെന്ന് ഞാൻ വിചാരിക്കുന്നു. അറ്റ് യുവർ ഫീറ്റ്. ശിഷ്ടകാലം നിൻ്റെ കാൽപാദങ്ങളിൽ കുറേ കൂടി ഏകാഗ്രമായിട്ട് ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. അവിടെയാണ് അറിവിൽ നിന്ന് പതുക്കെ ഈ എക്സ്പീരിയൻസ് പറഞ്ഞ സംഭവത്തിലേക്കുള്ള ഒരു പ്രോഗ്രസ് സംഭവിക്കുന്നത്. എന്നെക്കുറിച്ച് ജനങ്ങൾ എന്താണ് പറയുന്നത്? തൽക്കാലം അതവിടെ നിൽക്കട്ടെ. എന്നെക്കുറിച്ച് നീ എന്താണ് പറയുന്നത്? ഒരു ഇൻഫർമേഷൻ എന്ന നിലയിൽ ഇയാളെ കണ്ടെത്തിയിരുന്ന കാലം നിശ്ചയമായിട്ട് മെച്ചപ്പെട്ട മനുഷ്യനാകാനായിട്ട് നിങ്ങളെ സഹായിച്ചിട്ടുണ്ടാവും. പക്ഷെ അവിടം കൊണ്ട് ഈ കഥ അവസാനിക്കുന്നില്ല. എനിക്ക് ആരാ? എനിക്കിപ്പോൾ ഒരു 19 വയസ്സുണ്ട്. 88 വയസ്സിൽ ഒരാചാര്യൻ നിലയിൽ യേശുവിനെ പരിചയപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്ക് ആവശ്യം ഒരു മിശിഹയാണ്, എന്നിടെ മെസ്സയ. ഇങ്ങനെ കുരുങ്ങിപ്പോകുന്ന ഇടങ്ങളിലൊക്കെ ഒരു മുകളിൽ നിന്ന് എനിക്കൊരു കൈസഹായം ആവശ്യമുണ്ട്. വാതിലടച്ചാൽ മാത്രം ഇടപെടുന്ന മനുഷ്യരുള്ള ഭൂമിയിൽ ഡിപ്രഷൻ്റെയൊക്കെ പ്രശ്നം നമ്മളിങ്ങനെ വാതിലടച്ചിരിക്കും. മിക്കവാറും എല്ലാ ദിവസങ്ങളിലും എൻ്റെ സഹോദരന്മാർ വന്നിട്ട് കൊട്ടും, എന്തെങ്ങനെ ഇരിക്കുന്നത്. പക്ഷെ അവർക്ക് പ്രവേശിക്കണമെങ്കിൽ അവരുടെ നമ്മുടെ ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ കേൾക്കണമെങ്കിൽ വാതിൽ തുറക്കണം. അതുകൊണ്ടാണ് ഈ അടച്ചിട്ട വാതിലോട്ട് പ്രവേശിക്കുന്ന ഒരാളെക്കുറിച്ച് ആദ്യം ചിന്തിച്ചു തുടങ്ങുന്നത് മിശിഹ.
നമ്മളാരും മോശം മനുഷ്യരൊന്നുമില്ല, നമ്മളെല്ലാവരുടെയും ജീവിതത്തെ ഭംഗിയാക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. പക്ഷെ ദർ കംസ് എ പോയിന്റ്, ഇങ്ങനെ ഒരു തരത്തിലും അവർക്ക് എൻട്രി ഇല്ലാത്തൊരു പോയിന്റ് വരും. അപ്പോഴാണ് ഞാൻ ആവർത്തിക്കുകയാണ്, വാതിലടച്ചിരിക്കുമ്പോൾ അകത്തേക്ക് പ്രവേശിക്കുന്ന ഒരാൾ മിശിഹ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ, ഒരു കാലം അവനെ എങ്ങനെയാണ് തിരിച്ചറിയുന്നത്? അങ്ങനെയാണ് ഹോശാന എന്നുള്ള ആ മുഴക്കം ഉണ്ടായത്. അത് പിന്നീട് നമ്മുടെ ലിറ്റർജിയുടെ ഒക്കെ ഭാഗമായിട്ട് മാറുന്നുണ്ട്. ഹൊസാന, എന്താ ഹൊസാന എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം? സേവ് us ലോർഡ് റൈറ്റ് നൗ. സേവ് us ലോർഡ് റൈറ്റ് നൗ എന്ന് വെച്ചാൽ ഈ മുങ്ങുന്നവർ വിളിക്കുന്ന നിലവിളിയാണ്. ഒരാൾ മുങ്ങി തുടങ്ങുമ്പോൾ കുറച്ച് പേര് തെങ്ങിൻതോപ്പിലിരുന്നുകൊണ്ട് ഇങ്ങനെ ചീട്ടൊക്കെ കളിച്ചിരിപ്പുണ്ട്. ഈ കൈ ഒന്ന് തീർത്തിട്ട് വരാമെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അയാളില്ല. ആ കൈ ഇവിടെ ഇട്ടുകൊണ്ട് ഈ മുങ്ങിയവനോടൊപ്പം ചാടുന്നതിനെ വിളിക്കുന്ന വാക്കാണെന്ത്? സേവ് us ലോർഡ് റൈറ്റ് നൗ. ഐ കാൺ വെയിറ്റ് എനി ഫ്രാക്ഷൻ ഓഫ് മൂമെൻറ്റ്. ഇപ്പം തന്നെ രക്ഷാൻ ആവശ്യമുണ്ട്. ഈ കയ്പ്, ഈ വെറുപ്പ്, ഈ ക്ഷമിക്കാത്ത ചില ഓർമ്മകൾ, ചൈൽഡ്ഹുഡ് ട്രോമ, നല്ലതല്ലാത്ത ഇടപെടലുകൾ, ബിട്രേയൽ, ഡിച്ചിട്ടെന്ന് തോന്നുന്ന അനുഭവങ്ങൾ, ഇതുമായിട്ടിങ്ങനെ മുമ്പോട്ട് പോകാമെന്നുള്ള എളുപ്പമല്ല. സേവ് us ലോർഡ് റൈറ്റ് നൗ. എന്നിട്ട് ആൾക്കൂട്ടം ചെയ്തൊരു കാര്യം നമ്മൾ വായിച്ച് കേൾക്കും. അവരിങ്ങനെ അയാളുടെ വഴികളിൽ അവരെ വസ്ത്രം വിരിച്ചിട്ടു. നമ്മൾ ചിലപ്പോൾ വിചാരിച്ചിട്ടുണ്ടാവും ഇതിങ്ങനെ പാത അലങ്കരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണെന്ന്. അല്ല, അക്കാലത്തെ ദരിദ്രരായ മനുഷ്യരുടെ പണയവസ്തുവായിരുന്നു അവരുടെ വസ്ത്രം. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിയമാവർത്തന പുസ്തകം ഒക്കെ പരിശോധിച്ച് നോക്കാവുന്നേ ഉള്ളൂ. മനുഷ്യർ ദാരിദ്ര്യം കൊണ്ട് ഇത്തിരി പണം ആവശ്യമുള്ളപ്പോൾ ഈ അങ്കി കൊണ്ടുപോയി പണയം വെക്കും. അങ്കിക്ക് മൂല്യമുള്ളത് കൊണ്ടൊന്നുമല്ല, പക്ഷേ തിരിച്ചെടുക്കുന്ന ഉറപ്പുള്ളൊരു പണയവസ്തുവാണ് എന്താ? അങ്കി. വലിയ തണുപ്പാ നാട്ടിൽ വരും. അപ്പോൾ ആ തണുപ്പ് വരുമ്പോഴേക്കും ഈ അങ്കി കിട്ടേണ്ടി വരുമ്പോൾ എന്ത് കാരണം കൊണ്ട് നിങ്ങൾ തിരിച്ചെടുക്കും? ഞങ്ങളുടെയൊക്കെ നാടുകളിൽ ഈ അടുത്ത കാലം വരെ മനുഷ്യർ പണയം വെച്ചുകൊണ്ടിരുന്ന റേഷൻ കാർഡാണ്. റേഷൻ കാർഡിന് മൂല്യം ഉണ്ടായിട്ടൊന്നുമില്ല. നിങ്ങളുടെ വയസ്സൊക്കെ നോക്കിയിരിക്കാനായിട്ട് മുതലാളിക്ക് താല്പര്യവുമില്ല. പക്ഷേ ഈ റേഷൻ കാർഡ് നിങ്ങൾ തിരിച്ചെടുക്കും. പാവപ്പെട്ട മനുഷ്യൻ്റെ തിരിച്ചു കിട്ടുമെന്ന് ഉറപ്പുള്ള പണയവസ്തുവായിരുന്നു. ലോകത്തെ ഏറ്റവും വിലയുള്ളതായിട്ട് അയാൾക്ക് തോന്നിയ സംഭവമായിരുന്നു ഈ അങ്കി. അതാണിങ്ങനെ വിരിച്ചിടുന്നത്. എൻ്റെ അർത്ഥം, ഞങ്ങളിലേക്ക് പ്രവേശിക്കുക, ഞങ്ങളിലോട്ട് വരിക, ഞങ്ങൾ ഹൃദയത്തിലോട്ട് വരിക. ഒരു ഞായറാഴ്ചയാണ്, പള്ളിയിൽ നിന്ന് ഏതെങ്കിലുമൊക്കെ രീതിയിൽ ആ വാക്ക് മുഴങ്ങിയിട്ടുണ്ടാവും. ഹൊസാന. നമുക്ക് ഈ ഒരു പുലരിയിൽ എവിടെയാണ് അയാൾ ഇടപെടേണ്ടതെന്ന് മാത്രം ഒന്ന് ഡിഫൈൻ ചെയ്താൽ നല്ലതായിരിക്കും, ലൊക്കേറ്റ് ചെയ്താൽ നല്ലതായിരിക്കും. ഇത് പറയുക, മിശിഹായെ വരണമേ. മിശിഹാനുഭവത്തിന് ശേഷം സംഭവിക്കുന്ന ആ 4 അനുഗ്രഹങ്ങൾ ഒന്നുകൂടി വായിച്ചെടുക്കുകയാണ്. ശിമയോനെ, ഈ പാറമേൽ ഞാൻ പള്ളി പണിയും. ഒരു മിശിഹാനുഭവത്തിന് ശേഷം നിങ്ങൾ ചെയ്യുന്ന എല്ലാം പള്ളിയാവും, പുണ്യമാവും. എവറിത്തിങ് ഈസ് ഗോയിങ് ടു ബി സേക്രഡ്. രശീല കീറിപ്പോകാൻ പോവുകയാണ്. 2, ശിമയോനെ, നരക കവാടങ്ങൾ നിനക്കിതായിട്ട് പ്രബലപ്പെടില്ല. നെറ്റിയിൽ കുരിശുമുദ്ര പതിഞ്ഞ ഒരാളുടെ ജീവിതത്തിൽ നിന്ന് ജീവനും സ്നേഹത്തിന് നിരക്കാത്ത എല്ലാ ഭാവനയും അകന്നു പോകും. 2 ചെറിയ കുട്ടികളാണ്. വിവാഹം കഴിഞ്ഞ് ആദ്യ വർഷത്തിൽ തന്നെ അവർക്കൊരു കുഞ്ഞിന് രൂപപ്പെട്ടു. ഇങ്ങനെ ഡോക്ടറെ അടുക്കൽ ചെല്ലുമ്പോൾ ഡോക്ടർ പറഞ്ഞു, ആവശ്യത്തിലേറെ പ്രശ്നങ്ങളുള്ള കുട്ടിയാണ് നിങ്ങൾക്ക് രൂപപ്പെട്ടിരിക്കുന്നത്. കുഞ്ഞിനെ വേണ്ടെന്ന് വെക്കാനുള്ള സമയം ഇതാണ്, അധികം വൈകിക്കണ്ട. ആ ചെറിയ പെൺകുട്ടി പറഞ്ഞു, ഞങ്ങളുടെ സ്നേഹത്തിൽ നിന്ന് പൊടിച്ചൊരു കുഞ്ഞല്ലേ സർ, എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും എന്ത് കുഴപ്പമുണ്ടെങ്കിലും ഞങ്ങൾ സ്വീകരിച്ചോളാം. അയാൾ അത്തരം മനുഷ്യരെ ഒത്തിരി കണ്ടിട്ടുള്ളതാണ്. അയാൾ പറഞ്ഞു, ഇത്തരം വർത്തമാനങ്ങൾ കൊണ്ടൊന്നും കാര്യമില്ല കേട്ടോ, ജീവിതം അത്ര എളുപ്പമാകാൻ പോകുന്നില്ല. അങ്ങനെ ഈ കുഞ്ഞുങ്ങളുടെ വാശിയിൽ ഈ കുട്ടി പിറന്നു. അവർ വിചാരിച്ചതിനേക്കാൾ ബുദ്ധിമുട്ടുള്ള കുഞ്ഞാണ്. ആ ദിവസത്തിന് ശേഷം ഈ 2 ജീവിതം ഈ കുഞ്ഞിൻ്റെ കിടക്കടരികിൽ നിന്ന് മാറ്റാൻ പറ്റത്തില്ല. എന്നിട്ടും തങ്ങളുടെ തീരുമാനങ്ങളുടെ മീതെ അവർക്കൊരു റിഗ്രറ്റ് ഇല്ല. കാരണം അവരെ നെറ്റിയിലൊരു കുരിശടയാളം പതിഞ്ഞിട്ടുണ്ട്. നെറ്റിയിൽ കുരിശടയാളം പതിഞ്ഞ മനുഷ്യർക്ക് ഈ ജീവനും സ്നേഹത്തിനും നിരക്കാത്തൊന്നും സങ്കല്പിക്കാൻ പറ്റത്തില്ല. ജീവൻ വിത്തായാലും മരമായാലും ഒക്കെ ഒന്ന് തന്നെയല്ലേ. രണ്ടതാണ്, ഈ ഭാവനകളുടെ ശുദ്ധീകരണം ഉണ്ടാകുന്നു. ആവർത്തിക്കുകയാണ്, പുതിയ നിയമത്തിലെ പാപം എന്ന് പറയുന്നത് ക്രിയയല്ല,
ഇങ്ങനെ ക്രമം തെറ്റിയ ഭാവനയാണ്. 3, സ്വന്തം കൈവെള്ളയിൽ സ്വർഗത്തിൻ്റെ താക്കോൽ തെളിയുന്നു. നിങ്ങൾ ഇത്തിരി മനസ്സ് വെക്കുമെങ്കിൽ നിങ്ങൾ പാർക്കുന്നിടം സ്വർഗതുല്യമാക്കാൻ പറ്റും, നിങ്ങളുടെ ഓഫീസ് സ്വർഗതുല്യമാക്കാൻ പറ്റും, നിങ്ങളുടെ സ്ഥാപനം സ്വർഗതുല്യമാക്കാൻ പറ്റും, ചങ്ങാതിമാർക്ക് ഹെവൻലി എക്സ്പീരിയൻസ് കൊടുക്കാൻ പറ്റും. മനുഷ്യർക്ക് സന്തോഷവും സമാധാനവും ഒക്കെ തോന്നുന്ന ഇടത്തിൻ്റെ പേരാണ് എന്ത്? സ്വർഗം. അത് നിശ്ചയമായിട്ടും രൂപപ്പെടുത്തേണ്ട ബാധ്യത നമുക്കുണ്ട്. ചില കൊച്ചു കാര്യങ്ങൾ മതി. ബക്കറ്റ് ലിസ്റ്റ് എന്നൊക്കെ പറഞ്ഞൊരു പടമുണ്ട്. ഏകദേശം അതിൻ്റെ കഥ ഇങ്ങനെയൊക്കെയാണ്. 2 കൂട്ടുകാരല്ല, ആ നാടിൻ്റെ രീതി അനുസരിച്ചിട്ട് ഇങ്ങനെ ടെർമിനൽ ഇല്ലായിട്ടുള്ള രോഗികൾക്ക് വേണ്ടി ഒരു സർക്കാർ സെക്യൂരിറ്റി ഉണ്ട്. അപ്പോൾ മുറി പങ്കുവെക്കുന്നത് ഒരു പാവപ്പെട്ട മനുഷ്യൻ ധനികനുമാണ്. ഈ പാവപ്പെട്ട മനുഷ്യൻ മരിച്ചു പോകുന്ന ഉറപ്പുള്ള 2 പേരാണ്, ടെർമിനലില്ല. ഈ പാവപ്പെട്ട മനുഷ്യൻ തൻ്റെ കയ്യിലിരിക്കുന്നൊരു പേപ്പർ കഷ്ണം ഇങ്ങനെ വേസ്റ്റ് ബിന്നിൽ ഇങ്ങനെ ഉപേക്ഷിക്കുന്ന ഈ ധനികൻ കണ്ടു. അപ്പോൾ അയാളത് എടുത്ത് നോക്കിയപ്പോൾ ഇയാളുടെ കടന്നു പോകുന്നതിനേക്കാൾ മുമ്പ് ഇയാൾ ആഗ്രഹിച്ച കുറച്ച് കാര്യങ്ങളാണ്. നമ്മളെ വിളിക്കുന്ന വാക്ക് ബക്കറ്റ് ലിസ്റ്റാണ്. ആ ബക്കറ്റ് ലിസ്റ്റ് എന്ന് പറയുന്നത് ധനികനെ സംബന്ധിച്ചിടത്തോളം കരച്ചിൽ വന്നു. 1, എനിക്കൊരു ബർഗർ കഴിക്കണം. എന്നുവെച്ചാൽ നമ്മുടെ നാട്ടിലൊരു സങ്കല്പം അനുസരിച്ച് ഒരു പൊറോട്ടയും ബീഫും കഴിക്കണം. 2, മകൾ അലക്കാരിയൊക്കെ ആയിട്ട് ജീവിക്കുന്നൊരു മകളുണ്ട്, അവൾക്ക് ഇത്തിരി പണം കൊടുക്കണം. പിന്നെ ഏതോ ഒരു ടൂറിസ്റ്റ് സ്ഥലം കാണണം. ഈ പറഞ്ഞ എല്ലാ ആവശ്യങ്ങളും ധനികനെ സംബന്ധിച്ചിടത്തോളം വെറുതെ പീനട്സാണ്. കപ്പലിൻ്റെ പോലും മൂല്യമില്ല. എന്നിട്ടും ഇയാൾ പോലും അറിയാതെ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും പൂർത്തീകരിക്കുകയാണ് ഒപ്പം നടന്ന്. അങ്ങനെ 2 പേരും യാത്ര കഴിഞ്ഞ് മടങ്ങി വരുന്നു. അയാൾക്കധികം ആയുസില്ല. ആദ്യത്തെ ആൾക്ക് അയാളിങ്ങനെ കിടക്കയിൽ വിശ്രമിക്കട്ടെ എന്ന് പറഞ്ഞ് കിടക്കുമ്പോൾ ധനികൻ എന്തോ ഒരു കാര്യം ഇങ്ങനെ ചുരുട്ടിക്കൂട്ടി പുറത്തേക്ക് എറിയുന്നുണ്ട്. അത് അയാളുടെ ബക്കറ്റ് ലിസ്റ്റാണ്. എന്താണത്? ഹെൽപ്പ് എ സ്ട്രേഞ്ചർ. ഹെൽപ്പ് എ സ്ട്രേഞ്ചർ. ഇത്രയ്ക്ക് കഥയൊക്കെ ഉള്ളൂ മനുഷ്യരുടെ ജീവിതത്തെ ഭംഗിയാക്കാനായിട്ട്. ധനമായിട്ട് പതുക്കെ ഒരു ആകാശം എൻ്റെ ഭൂമിയിലേക്ക് വരും, ഉച്ച തൊട്ട് പെരുവൽ വരെ എൻ്റെ ജീവിതത്തിലേക്ക്. പഴയ നിമിത്തത്തിലൊക്കെ നമ്മൾ വായിച്ച് കേൾക്കുന്നില്ലേ? അവർ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു മേഘം വന്നവരെ പൊതിഞ്ഞു. എനിക്കൊരു വിഷനൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ കാണാൻ പോകുന്നത് ഇങ്ങനെ ഏകദേശം ഒരു 10-600ഓളം പുരുഷന്മാരെയും സ്ത്രീകളെ അല്ല, മറിച്ച് 600 മേഘത്തുണ്ടുകളാണ്. അവിടേക്ക് എത്തുക എന്നുള്ള പ്രധാനം. ഈ മടങ്ങിപ്പോകുമ്പോൾ കൃഷ്ണ രാധയോട് ചോദിക്കുന്നുണ്ട്, എന്താണ് നീ എന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നത്? അപ്പോൾ രാധ പറയുന്നത് ഇങ്ങനെയാണ്, ഒരു നീലമേഘത്തുണ്ടായിട്ട് ഉള്ളിലുണ്ടായാൽ മാത്രം മതി. ഒരു മേഘത്തുണ്ടായിട്ട് ഉണ്ടായാൽ മാത്രം മതി. ആമേൻ. പ്രാർത്ഥിക്കാം. ബുദ്ധിമുട്ടില്ലെങ്കിൽ ഇത്തിരി ഒന്ന് നേരെ ഇരുന്ന് ഒരു പതിവ് പ്രാർത്ഥനയുടെ ഒരു രീതിയിൽ നിന്ന് ഇത്തിരി ഒന്ന് മാറി നമ്മൾ യോഗയിലൊക്കെ ഇരിക്കുന്ന കണക്ക് ഇത്തിരി ഒന്ന് നേരെ ഇരുന്ന് ഒരു ഫ്രട്ടേണിറ്റിയാണ്. കമ്മ്യൂണിറ്റി എന്ന് പോലും വിളിക്കാനായിട്ട് ഞാൻ താല്പര്യപ്പെടുന്നില്ല. ഇതൊരു സിബ്ലിങ്സിൻ്റെ ഒത്തുവരവാണ്. പക്ഷേ സിബ്ലിങ്സ് തന്നെയാണ് നമ്മൾ. ഒരാൾ വേറൊരാളെ കാണുമ്പോൾ ചോദിക്കേണ്ട ആദ്യത്തെ ചോദ്യം അതാണ്, എവിടെയായിരുന്നു ഇത്രയും കാലം? സിബ്ലിങ്സാണ്. കാരണം ദൈവം അപ്പനാണെന്ന് പിടുത്തം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പിടുത്തം കിട്ടും. നിങ്ങൾ ഭാര്യ ഭർത്താവാം, അച്ഛനും മകനും ആകാം. പക്ഷെ അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് നിങ്ങൾ സിബ്ലിങ്സാണ്. ഒരേ അച്ഛൻ്റെ തളർപ്പുകളാണ്. അപ്പോൾ ആ ഒരു സമാധാനത്തോടും സ്നേഹത്തോടും കൂടി അടുത്തിരിക്കുന്നവരുടെ കൈയൊന്ന് പതുക്കെ ഒന്ന് ചേർത്ത് പിടിക്കാം. തൊട്ടരികിലിരിക്കുന്നവരുടെ കൈയൊന്ന് ചേർത്ത് പിടിക്കാം. അരികിലിരിക്കുന്നവരുടെ കൈയൊന്ന് ചേർത്ത് പിടിക്കാം. കൈ കോർത്ത് പിടിക്കുമ്പോൾ വെറുതെ ഒന്ന് പേര് ചോദിച്ചോളൂ. അറിയത്തില്ലെങ്കിൽ ഒന്ന് പേര് ചോദിച്ചോളൂ. എന്നിട്ട് ഈ പുലരിയിൽ അവിടുത്തെ കാൽപാദങ്ങൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് കൂട്ടുവന്ന ആ ബ്രദർ സിസ്റ്റർ അവരേറ്റവും ആദരപൂർവ്വം കൈകോർത്ത് പിടിച്ച് ഇത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അതാ ഒരു മേഘം താങ്കളെ പൊതിഞ്ഞു നിൽക്കട്ടെ. കണ്ണുപൂട്ടി പ്രാർത്ഥിക്കാം. മേഘത്തുണ്ടായിട്ട്
പഴയ നിയമ ഒരു പ്രാർത്ഥനയുണ്ട്. അവർ സഞ്ചരിക്കുമ്പോഴൊക്കെ പകൽ മേഘമായും രാത്രി അഗ്നിയായും കർത്താവർക്ക് കൂട്ടുപോയി. 24/7 ഒരു സ്നേഹം അവരെ പൊതിഞ്ഞു നിന്നു. ബുദ്ധിമുട്ടില്ലെങ്കിൽ ഒരു കുഞ്ഞു പ്രാർത്ഥന കൈകോർത്ത് തന്നെ എന്നോടൊപ്പം ഒന്ന് ഏറ്റുചൊല്ലാൻ നല്ലതായിരിക്കും. ഇങ്ങനെയാണ്: അവിടുന്ന്, ഒരുമിച്ച്, അവിടുന്ന് എൻ്റെ മിശിഹയാവുന്നു. താങ്കൾ പണിയുന്നതെല്ലാം പള്ളിയാവട്ടെ. ജീവനും സ്നേഹത്തിനും നിരക്കാത്ത ഭാവന അകന്നു പോകട്ടെ. നീട്ടിയ ഈ കൈവെള്ളയിൽ സ്വർഗത്തിൻ്റെ താക്കോൽ തെളിയട്ടെ. പതുക്കെ പതുക്കെ, ഒരുമിച്ച്, പതുക്കെ പതുക്കെ അവിടുത്തെ ആകാശവും ഉച്ചി തൊട്ട് പെരുവിൽ വരെയുള്ള താങ്കളുടെ ജീവിതവും തമ്മിൽ അകലം കുറയട്ടെ. ഒരു മേഘത്തുണ്ടായി അങ്ങ് മാറുവോളം. കാരണം അവിടുന്ന് നമ്മുടെ മിശിഹയാകുന്നു. ആമേൻ. നമുക്കൊന്ന് പരസ്പരം ഹഗ് ചെയ്താൽ കുഴപ്പമല്ലോ ഉണ്ടോ? ഒന്ന് എണീറ്റിട്ടൊന്ന് ഹഗ് ചെയ്താലോ? വെറുതെ ഒന്ന് കെട്ടിപ്പിടിച്ചു വന്നേ, ഞായറാഴ്ചയൊക്കെ അല്ലേ, എണീറ്റിട്ട് കെട്ടിപ്പിടിച്ചാലോ? ഒന്ന് ഹഗ് ചെയ്തോളൂ, ഒന്ന് കെട്ടിപ്പിടിച്ചോളൂ. കേട്ടാ, ഹഗ്ഗൊക്കെ ആരംഭിച്ചത് ക്രിസ്ത്യൻ ഒരു രീതിയിലാണ് കേട്ടോ. പൗലോസൊക്കെ പറയുന്നുണ്ടല്ലേ, വിശുദ്ധ ചുംബനങ്ങളാൽ പരസ്പരം ആലിംഗനം ചെയ്യുക. യേശുവിനിടയിൽ ആ രീതി ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ജൂഡസൊക്കെ ഇങ്ങനെ ഒറ്റ കൊടുക്കുമ്പോൾ ചുംബിക്കുന്ന അർത്ഥം എന്താണ്? അവരുടെ ഒരു ഹാബിച്വൽ പ്രാക്ടീസ് ആയിരുന്നു അത്. ഒത്തിരി എനിക്ക് അടുപ്പവും സ്നേഹമുള്ളവരൊക്കെ ഈ കൂട്ടത്തിലുണ്ട്. ഡോക്ടർ അജയനും സാറൊക്കെ ഉൾപ്പെടെ താങ്ക് യു സോ മച്ച്.